ദാനിയേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മിഷായലോടും അസര്യയോടും കാര്യമറിയിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ദാനിയേലിനെ കൊട്ടാരത്തിലൊരു ജ്ഞാനിയായിട്ടാണ് കരുതിയത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബാബേലിലെ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയൊരു സ്വപ്നം കാണുകയാണ്. ഒരു വലിയൊരു ബിംബം നിൽക്കുന്നതും അത് കൈകൊണ്ട് എടുക്കാത്ത ഒരു കല്ല് എവിടെന്നോ പറഞ്ഞു വന്ന് ഇതിൽ തട്ടി മോതി വീഴുകയും അത് തൂൾ തൂളായി പോവുകയും ആ കല്ല് വലിയൊരു പാറ പോലെ അല്ലെങ്കിൽ വലിയൊരു മല പോലെ ആ ഭൂമി കംപ്ലീറ്റ് നിറച്ചതായിട്ട് കാണുകയാണ്. അപ്പോൾ താൻ ഈ സ്വപ്നത്തെ പറയാതെ അതിൻ്റെ സ്വപ്നവും പറഞ്ഞ് തൻ്റെ അർത്ഥവും പറയണമെന്ന് അപ്പോൾ ബാബേലിലെ വിദ്വാൻമാരോടും കുറി പറയുന്നവരോടും ഒക്കെ ചോദിച്ചു, മന്ത്രവാദികളോട്. പക്ഷെ അവർക്കത് പറവാൻ സാധിച്ചില്ല. അപ്പോൾ അവരെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയുമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഈ കാര്യം ദാനിയേലിൻ്റെ ഒക്കെ ചെവിയിലെത്തിയപ്പോൾ ദാനിയേൽ കാര്യം അറിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഒരു ദിവസം അവകാശം ചോദിച്ചിട്ട് അവൻ തൻ്റെ വീട്ടിൽ ചെന്നിട്ട് ദൈവത്തോട് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തോട് തൻ്റെ അഭയാചന വയ്ക്കുകയാണ്. തൻ്റെ കൂട്ടുകാരായ സാദ്രക് മേശക് അബേദ്നെഗോ അവരോടും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ കൂടെ രാത്രി പ്രാർത്ഥിക്കണം. അപ്പോൾ രാത്രി ദൈവം സ്വപ്നത്തെയും അതിൻ്റെ അർത്ഥത്തെയും ദാനിയേലിന് സ്വപ്നത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, ചില കാര്യങ്ങൾ നമുക്ക് കണ്ണിന് മറഞ്ഞിരിക്കും, ചിലത് നമുക്കാണെങ്കിൽ പെട്ടെന്ന് വെളിപ്പെട്ട് വരത്തില്ല. അപ്പോഴൊക്കെ നാം തേടിപ്പോകുന്നത് മന്ത്രവാദികളെയും അല്ലെങ്കിൽ നാം എന്ത് ചെയ്യും, കുറി പറയുന്നവരെയും നോക്കിയാണ് നാം പോകുന്നത്. പ്രിയ ദൈവം അവരെ കൊണ്ട് കൂടെ കഴിയാത്തതാണ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. മക്കൾക്ക് കല്യാണം നടക്കുമോ ഇല്ലയോ, ഇത് ശരിയായ വരനാണോ വധുവാണോ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ, വിദേശത്ത് പോകുവാൻ സാധിക്കുമോ ഇല്ലയോ, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഈ മന്ത്രവാദിയുടെ സന്നിധിയിൽ കുറി ചോദിക്കുവാൻ പോകുന്നവരുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഒരു രഹസ്യങ്ങളാണ്, മറഞ്ഞിരിക്കുന്ന രഹസ്യം, അല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്, ഈ നമുക്ക് വരുവാൻ പോകുന്നത് മുൻകൂട്ടിയെ പറവാൻ തക്കവണ്ണമുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ മറവുകളെ വെളിപ്പെടുത്തുന്ന ആ സർവശക്തനായ ദൈവം. അതുകൊണ്ട് പ്രിയ ദൈവത്തിലെ എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടാലും ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി അവൻ്റെ മുമ്പിൽ നാം മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ തക്കതായ വഴിയിൽ ദൈവം നമ്മെ എന്ത് ചെയ്യും, നടത്തിത്തരും. അപ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കുകയും ആ ജീവനോട് കൂടെ ചേർന്ന് അവിടെ അതെല്ലാം എല്ലാ മന്ത്രവാദികളെ എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു കൃപ ഈ ദാനിയേലിന് കിട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവവേദലെ, നമ്മുടെ ഓരോ വിഷയത്തിലും പ്രാർത്ഥനയോട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.